നമസ്കാരം. ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം. എൻ്റെ നാട്ടിലെ കോട്ടൂർ ആനപ്പാർക്കിൽ പുതിയ ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ തിരുവനന്തപുരം ഫോറസ്റ്റ് ഡിവിഷനിൽ വരുന്ന ABP റേഞ്ച് എന്നറിയപ്പെടുന്ന അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിലെ കോട്ടൂർ കാപ്പുകാട് ആന പരിപാലന കേന്ദ്രത്തിലാണ് വയനാട്ടിലെ മുത്തങ്ങയിൽ നിന്ന് ചന്ദ്രനാഥ് എന്ന പേരുള്ള 40 വയസ്സുകാരൻ ആനയെ ഇന്ന്, അതായത് 2026 ജൂലൈ 14 കൊണ്ടുവന്നിരിക്കുന്നത്. മുത്തങ്ങയിലെ റേഞ്ച് ഓഫീസറിൻ്റെയും വെറ്റിനറി ഡോക്ടറിൻ്റെയും നേതൃത്വത്തിൽ ഇവിടേക്ക് കൊണ്ടുവന്ന ചന്ദ്രനാഥിനെ വാഹനത്തിൽ നിന്നും ഇറക്കി പാർപ്പിക്കാനായി ഒരുക്കിയിട്ടുള്ള ഷെൽട്ടറിലേക്ക് കൊണ്ടുപോകുന്നതും മറ്റു വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. പുതുതായിട്ടെത്തിയ അതിഥിയെക്കുറിച്ച് ഇവിടുത്തെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായ ഷിയു സാർ പറയും. കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രത്തിൽ പുതിയതായി ചന്ദ്രനാഥ് എന്ന ആനയെ എത്തുകയുണ്ടായി. വയനാട് മുത്തങ്ങ ക്യാമ്പിൽ നിന്നാണ് ഇവിടെ എത്തിയത്. ഇവിടെ നിലവിൽ 14 ആനകളാണ് ഇപ്പോൾ ഉള്ളത്. ചന്ദ്രനാഥ് 2018 കൊങ്കി ട്രെയിനിങ്ങിനായി ഇവിടുന്ന് വയനാട് മുത്തങ്ങ ക്യാമ്പിലേക്ക് പോയതാണ്. അതിനെ ഇന്നേ ദിവസം ഇവിടെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാമ്പിൽ ഒരു കൊമ്പനും കൂടി ആയിട്ടുണ്ട്. ഇത് ഇനി ഇവിടെ ആയിരിക്കും തുടരുന്നത്. ഈ ആനയെ കൊണ്ടുവന്നത് അവിടുത്തെ ഡോക്ടർ, റേഞ്ച് ഓഫീസർ അടക്കമുള്ള ഒരു സംഘമാണ് ഇവിടെ എത്തിച്ചത്. അതോടൊപ്പം തന്നെ അതിൻ്റെ പാപ്പാന്മാരും കൂടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അതിനെ പരിപാലിക്കുന്നത് അവിടുന്ന് വന്ന പാപ്പാന്മാർ തന്നെ ആയിരിക്കും.
പുതിയ അതിഥിയെ പറ്റി തിരുവനന്തപുരം അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺകുമാർ അദ്ദേഹത്തോട് തന്നെ ചോദിക്കും. ചന്ദ്രനാഥ് എന്നുള്ള ഒരു ആനയാണ് നമുക്കിപ്പം തിരിച്ചു വന്നിരിക്കുന്നത്. കോട്ടൂർ ക്യാമ്പിൽ നിന്ന് തന്നെ വയനാട് ക്യാമ്പിലേക്ക് ട്രെയിനിങ്ങിന് പോയ ആനയാണ്. അതിന് കൂടുതൽ കെയറും ആവശ്യമായതുകൊണ്ട് നമുക്ക് ക്യാമ്പിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നതാണ്. ആവശ്യമായ സംരക്ഷണവും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നവും നടത്തുന്നുണ്ട്. ആനയ്ക്ക് കൂടും ആനയുടെ സ്വാഭാവികമായ ആവാസവ്യവസ്ഥയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും നമ്മൾ ചെയ്ത് നല്ലൊരു രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന രീതിയിൽ നമുക്ക് ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ